2 കന്യാസ്ത്രീമാർ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ട് അല്ലേ, നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു അക്രൈസ്തവനായിരുന്നു. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ഒരു ക്രിസ്ത്യാനിയും എന്നോട് സുവിശേഷം പ്രസംഗിച്ചിട്ടല്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ സഭ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഇങ്ങനെ പെർസിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ, അനാവശ്യമായിട്ട് തെറ്റായ വാദങ്ങൾ ഇവരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. എന്താണ് ആ പാരമ്പര്യം എന്നല്ലേ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ക്ലറേഷ്യൻ സെമിനാരിയൻസിനെ സ്പാനിഷ് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ട്. അതിൽ സെമിനാരിന് എഴുതി വയ്ക്കുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം അവസാനത്തെ ഒരു കത്ത് എഴുതുന്നു. ആ കത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നാളെ കൊല്ലപ്പെടാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബി എ മാർട്ടിയർ ടുമോറോ, റൈറ്റ്? പക്ഷേ എനിക്ക് ഈ നിമിഷം ദൈവം വന്നിട്ട് വലിയ മിറക്കിൾസ് ചെയ്യാനുള്ള, അത്ഭുതം ചെയ്യാനുള്ള കൃപ തരാമെന്ന് പറഞ്ഞാൽ ഞാനത് ഡിനൈ ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം നാളത്തെ എൻ്റെ രക്തസാക്ഷിത്വ ദിനമായിട്ട് മാറാൻ പോകുന്ന ദിവസമാണ്. എനിക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന് നമ്മൾ വിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ നമ്മളിവിടെയൊക്കെ കാണുന്നുണ്ട്. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ ശിഷ്യന്മാർ മുതൽ എല്ലാവരും ആ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി, അല്ലേ? എല്ലാ ശിഷ്യന്മാരും മുതൽ ആദിമസഭയിലൊക്കെ കോടിക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അവരൊക്കെ തകർക്കപ്പെട്ടത്, പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സത്യമായിട്ടും ഇവരെല്ലാം കണ്ടു, അവരത് അറിഞ്ഞു, അവരത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആരും ആർക്കും വേണ്ടി മരിക്കാൻ തയ്യാറാകത്തില്ല, അല്ലേ? അങ്ങനെ പണിയപ്പെട്ട ഒരു സഭയുടെ പുറത്താണ് നമ്മൾ നിന്ന് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. അങ്ങനെ പണിയപ്പെട്ട ഒരു സഭയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. തെർത്തുല്യൻ പറഞ്ഞ ഒരു വാക്ക്, ഒരു വചനം ഇങ്ങനെ ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദ ബ്ലഡ് ഓഫ് മാർട്ടിയേഴ്സ് ഈസ് എ സീഡ് ഓഫ് ചർച്ച്. കണ്ടോ, ഇത്ര ആഴത്തിലുള്ള വിശ്വാസത്തിലാണ് സഭ പണിയപ്പെട്ടത്. അതുകൊണ്ട് 2-3 കന്യാസ്ത്രീമാരെ പിടിച്ച് ജയിലിലടക്കി ശിക്ഷിച്ചോ എന്ന് പറഞ്ഞാലൊന്നും കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയോ അടിത്തറ ഇളകാൻ പോകുന്നില്ല. ഒരു ഗ്രഹാം സ്റ്റെയിനും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 കന്യാസ്ത്രീമാരും റാണിയും മരിയൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത് വലിയ വലിയ സ്നേഹത്തിൻ്റെ സാധ്യതകളാണ്, അല്ലേ? അവരവരുടെ ജീവിതം മാറ്റിവെച്ച് ഈ കുഗ്രാമങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസവും കൊടുത്ത് ആ തകർക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് വന്നതിനൊക്കെ കാരണം ഒരു വചനത്തിൻ്റെ അടിസ്ഥാനമാണ്, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഇമ്പൽസ് മീ ടു ഡു ദിസ്. അല്ലാതെ ഒരു ഭൗതിക നേട്ടത്തിനുമല്ല സഹോദരങ്ങളെ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ആധുനികത അല്ലെങ്കിൽ കൾച്ചറൽ ഷിഫ്റ്റ് തന്നെ ഉണ്ടായത്, ഈ ഒരു റാഡിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടായത് ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ നിന്നാണ്. കാരണം എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ചിന്ത കൊണ്ടുവന്നത് ക്രിസ്തുവാണ്. നീ യഹൂദനോ ഗ്രീക്കോ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്ന്. ജാതീയ ചിന്തകൾ വഴി തകർക്കപ്പെട്ട സമൂഹത്തിൽ അല്ല, നമ്മൾ ഒന്നാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടല്ലോ, ഇത് നൽകിയത് കർത്താവ് യേശു മിശിഹായാണ്. ആ വിശ്വാസത്തിലാണ് നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് നമ്മുടെ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.